ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓർഗനൈസേഷണൽ റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ഓർഗനൈസേഷന് സ്വമേധയാ അതിനെ തന്നെ ആ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ചില റീസൺസ് കൊണ്ടാണ് ഓർഗനൈസേഷൻ പോലും ആ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ഇൻഫ്ലെക്സിബിലിറ്റി ഇൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആദ്യത്തെ റീസൺ എന്ന് പറയുന്നതാണ്. അതായത് ചില ഓർഗനൈസേഷൻ സ്ട്രക്ചർ ബിൽറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ചില മെക്കാനിസത്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ആ സിസ്റ്റം എന്ന് പറയുന്നത് ഒരേപോലെ സ്റ്റെബിലൈസ് ചെയ്ത് പോയതായിരിക്കാം. എനി ചേഞ്ച് മേ ബി അണ്ടർസ്റ്റുഡ് ആൻഡ് ത്രെഡ് ബൈ ദ ഓർഗനൈസേഷൻ. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൽ വരുന്ന ചേഞ്ചസ്, ചില അവിടെ റൂളുകൾ ഫിക്സഡ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു റിജിഡ് അതോറിറ്റി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, പണിഷ്മെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കും. അതെല്ലാം അവിടെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതുമായിട്ട് പൊരുത്തപ്പെടാൻ ഓർഗനൈസേഷനും അത് ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ റിസോഴ്സ് കൺസ്ട്രെയിൻഡ് ആണ്. ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചിലവുകളും അതിൻ്റെ ഒപ്പം നമുക്ക് ആ മാറ്റം ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാം. അപ്പോൾ വേണ്ടത്ര അളവിൽ നമുക്ക് റിസോഴ്സുകൾ കിട്ടിക്കൊള്ളുന്നില്ല, സഫീഷ്യൻ്റ് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്നപ്പോൾ ഒരു പുതിയൊരു ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. അതിനൊരുപാട് ഫിനാൻഷ്യൽ റിസോഴ്സ് വേണം, കാരണം മെഷീൻ വേണം, ബിൽഡിംഗ് വേണം, ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ ആ ഒരു ട്രേഡ് യൂണിയനും അതേപോലെ ഒരു പ്രഷർ മാനേജ്മെൻറ്റിൽ കൊടുക്കും. പുതിയ ചേഞ്ചസ് വരുമ്പോൾ അവരുടെ സേഫ്റ്റിയും വെൽഫെയർ കംഫർട്ടുകളൊക്കെ നോക്കേണ്ടി വരും. മാനേജ്മെൻറ്റ് സ്വമേധയാ ആ ഒരു സമയത്ത് ആ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യും. കാരണം അവർക്ക് ഫണ്ട് ഇല്ല, ഇതിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇല്ലാതെ വരുമ്പം അവിടെ ഓർഗനൈസേഷൻ തന്നെ റെസിസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അവിടെ വരുന്നത്. മൂന്നാമത്തെ പോയിന്റിൽ ത്രെട്ട് ടു പവർ ആൻഡ് ഇൻഫ്ലുവൻസ്. ഇനി ചില ചേഞ്ചസ് വരുന്ന സമയത്ത് ചില പൊസിഷൻ, ചില പവർ ഓരോ ആളുകൾക്കും കൊടുത്തിരിക്കുന്ന പദവിക്കോ അവരുടെ അധികാരത്തിനൊക്കെ ചിലപ്പോൾ കോട്ടം സംഭവിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വമേധയാ അവർ ആ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുക. പുതിയൊരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഒന്ന് റീഷഫിൾ ചെയ്യുന്ന സമയത്തൊക്കെ നിലവിലുള്ള ആളുകളുടെ പല അധികാരങ്ങളും അവിടെ ചേഞ്ച് വരാം, ഡിസ്റ്റർബ്ഡ് ആവാം. അങ്ങനെ വരുന്ന സമയത്ത് അവരും അതിനെ റെസിസ്റ്റ് ചെയ്യാൻ, അവരുടെ പ്രസൻറ്റ് ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ അവർ ശ്രമിക്കും. അവരുടെ പൊസിഷനും പവറും ഒക്കെ റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നതായിരിക്കും. ഇനി വരുന്നത് ഫിയർ ഓഫ് ലോസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി ചില സമയത്ത് ഫേം തന്നെ ഓൾറെഡി കുറേ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും പല ഫിക്സഡ് അസറ്റുകളിൽ, എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാനോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ പുതിയൊരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്കൊരു പേടി അവിടെ സ്വാഭാവികമായിട്ട് തോന്നും. കാരണം ഈ ഇൻവെസ്റ്റ് ചെയ്തെല്ലാം വെറുതെ ആയോ, നഷ്ടമായോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ആവശ്യകത തോന്നുന്നതുകൊണ്ട് അവർ പുതിയ ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ വരുന്നത് പാസ്റ്റ് സക്സസ് ആണ്. കാരണം ഫേമിന് ഒരുപാട് സക്സസ്ഫുൾ സ്റ്റോറീസ് ഉണ്ടായിരിക്കാം കഴിഞ്ഞ വർഷങ്ങളിൽ. ദേ നോ ഹൗ ടു ഫേസ് ചലഞ്ചസ്. അപ്പോൾ അവർക്ക് വ്യക്തമായൊരു ധാരണകൾ ഉണ്ടല്ലോ എങ്ങനെയാണ് ആ മാറ്റങ്ങളെല്ലാം ഉൾക്കൊള്ളേണ്ടതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എൻവയോൺമെൻറ്റ് ചേഞ്ച് വന്നാലും മാനേജ്മെൻറ്റ് എന്തിനു റെഡിയല്ല, ആ ചേഞ്ചിന് അനുസൃതമായിട്ട് ഓർഗനൈസേഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചിലപ്പോൾ അവർ റെഡി ആയിക്കൊള്ളുന്നില്ല. കാരണം ഈ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവർ പാസ്റ്റിൽ ഒരുപാട് സക്സസ്ഫുൾ ആയത്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ചേഞ്ച് അവർ വരുത്താൻ പെട്ടെന്ന് റെഡി ആയിക്കൊള്ളുന്നില്ല. ആറാമത്തെ പോയിന്റിൽ പറയുന്നത് ഇന്റർ ഓർഗനൈസേഷൻ അഗ്രിമെൻ്റ് ആണ്. ഇനി പല ഓർഗനൈസേഷനും ഓൾറെഡി പല വേറുള്ള ട്രേഡ് യൂണിയനും ഒക്കെ ആയിട്ട് വേറുള്ള ഓർഗനൈസേഷനൊക്കെ ആയിട്ട് പല കരാറുകളും ഒപ്പുവെച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്നൊരു മാറ്റം നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് വേറൊരു റീസൺ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഒരു റെസിസ്റ്റൻസിനെ, ഈ ചേഞ്ചിനോടുള്ള ഈ ഒരു പ്രതിരോധം, അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ എന്നുള്ളതാണ്. ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻവോൾവ്മെൻറ്റ്. കാരണം ഏതൊക്കെ വ്യക്തികളാണോ റെസിസ്റ്റ് ചെയ്യുന്നത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ ഈ പ്രോസസ്സിൽ അവരെ കൂടി പങ്കാളികളാക്കുക, ഭാഗഭാക്കാക്കുക, ഇൻവോൾവ് ചെയ്യിക്കുക എന്നതാണ് ഏറ്റവും ആദ്യം അതിനെ ഓവർകം ചെയ്യാനുള്ള ആദ്യത്തെ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആരാണോ അഫക്റ്റ് ചെയ്യപ്പെടുന്ന പാർട്ടീസ് അവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ആ ഒരു ചേഞ്ച് എന്നുള്ളൊരു ഐഡിയനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കൊടുക്കുക, ആൻഡ് അവരെ കൂടി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ചേഞ്ച് ഓർഗനൈസേഷനിൽ വരുമ്പോൾ അതെല്ലാം ആ വ്യക്തികളിലൂടെയാണ് നമുക്ക് പലതും ചെയ്ത് കിട്ടേണ്ടത് എന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് അവരിലാണ് എന്നൊരു തോന്നലുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റിൽ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്.
അതായത് ആരാണോ അഫക്റ്റ് ചെയ്യപ്പെടുന്ന പാർട്ടീസ് അവർക്ക് ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തക്കവണ്ണമുള്ള ഒരു വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുക, എഡ്യൂക്കേഷൻ കൊടുക്കുക. അതിൻ്റെ അഡ്വാൻറ്റേജ്, ഇങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ നമുക്ക് കിട്ടാൻ പറ്റുന്ന അഡ്വാൻറ്റേജ് എന്താണ്, ഡിഫിക്കൽട്ടീസ് എന്താണ്, നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ള കാര്യം, അവരുടെ ഒപ്പീനിയൻസ്, ഐഡിയാസ് ഒക്കെ കൺസിഡർ ചെയ്യുക ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ. മൂന്നാമത്തേൽ കൺസൾട്ടേഷൻ വിത്ത് ട്രേഡ് യൂണിയൻ. എന്ത് മാറ്റങ്ങൾ വരുമ്പോഴും നമ്മൾ അവിടുത്തെ ലേബർ യൂണിയനുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അവരുടെ ഒപ്പീനിയനും സജഷനും കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക. നാലാമത്തത് ട്രെയിനിങ് ആൻഡ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആണ്. മാനേജ്മെൻറ്റ് എന്ത് ചേഞ്ച് കൊണ്ടുവരുമ്പോഴും ബേസിക് വാല്യൂസ് ആ വ്യക്തികൾക്ക്, എംപ്ലോയീസിന് കൊടുക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ട്രെയിനിങ്ങിലൂടെയും സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിലൂടെയും കൊടുക്കാം. പീപ്പിൾ മസ്റ്റ് ബി എഡ്യൂക്കേറ്റഡ് ടു ബിക്കം ഫെമിലിയർ വിത്ത് ചേഞ്ച്. അവിടെ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ടോ അവരെല്ലാം ഫെമിലിയർ ആയിരിക്കണം വരാൻ പോകുന്ന ഈ ഒരു ചേഞ്ച് എന്താണ്, എന്തിനാണ്, എങ്ങനെ അവരെ അത് ബാധിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു എഡ്യൂക്കേഷൻ അവർക്ക് അവിടെ ട്രെയിനിങ് പ്രോഗ്രാമായിട്ടും മീറ്റിങ്ങുകളായിട്ടും കോൺഫറൻസുകളായിട്ടും കൊടുക്കുക. അങ്ങനെ അവർക്ക് ആ ഒരു എഡ്യൂക്കേഷൻ അവിടെ കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് ഫെസിലിറ്റേഷൻ ആൻഡ് സപ്പോർട്ടാണ്. മാനേജ്മെൻറ്റ് മസ്റ്റ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ വ്യൂസ് ഓഫ് സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റിൻ്റെ കാഴ്ചകൾ, വ്യൂസ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യണം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, ട്രെയിനിങ് സ്കിൽസ് എംപ്ലോയീസിന് കൊടുക്കുക ചേഞ്ചിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആറാമത്തെ പോയിന്റിൽ പറയുന്നത് ഗ്രൂപ്പ് കോണ്ടാക്റ്റ്. ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ആണ് ഇതിനെ പൂർണ്ണമായും എതിർക്കുന്നതെങ്കിൽ അവരുമായിട്ട് നെഗോഷിയേഷൻസ്, എഗ്രിമെൻറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഒരു ധാരണയിൽ അവർക്ക് ഇൻസെൻറ്റീവ്സ് ഒക്കെ ഓഫർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് അതിനെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഓർഗനൈസേഷൻ്റെ റെസിസ്റ്റൻസും അതിനെ ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് പറയുന്നത് ഗ്രൂപ്പ് ഡൈനാമിക്സ് ടു ഓവർകം റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ചേഞ്ച്. ഇനി ഒരു മാർഗം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടെക്നിക്കാണ് വിച്ച് ക്യാൻ ബി യൂസ് ടു ടാക്കിൾ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവർ ഗ്രൂപ്പുകളായിട്ട്, അതായത് ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ് ഇൻഡിവിജ്വലിനെ എല്ലാം ബേസിക് യൂണിറ്റ് ഓഫ് ചേഞ്ച് ആയിട്ട് കണക്കാക്കുക. ഗ്രൂപ്പ് ഇൻട്രാക്ഷൻസ് ഡൈനാമിക്സ് ആർ വൺ ഓഫ് ദ സോഷ്യൽ സിറ്റുവേഷൻ വിച്ച് ഫെസിലിറ്റേറ്റ് ഓർ ഇൻഹിബിറ്റ് അഡാപ്റ്റേഷൻ ടു ചേഞ്ച്. ആ ഒരു ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യുക. അഡാപ്റ്റേഷൻ ഓഫ് ചേഞ്ച് ഈസ് എ ടീം ആക്ടിവിറ്റി വിച്ച് റിക്വയർസ് കൺഫോമിറ്റി വിത്ത് ഗ്രൂപ്പ് നോംസ്, ട്രഡീഷൻ ആൻഡ് ഫീലിങ്സ്. അപ്പോൾ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ആ മാറ്റം ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് പാകപ്പെടുത്തുക എന്നുള്ള ടീം ആക്ടിവിറ്റി ആക്കുക, അവിടെ കൺഫോമിറ്റി ഉണ്ടാവുക, ഗ്രൂപ്പ് നോംസും ട്രഡീഷൻസും ഫീലിങ്സും കൺസിഡർ ചെയ്യുക, അത് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴാണ് ഗ്രൂപ്പ് ഡൈനാമിക്സിനെ നല്ലൊരു സോഴ്സായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു സൊല്യൂഷനായിട്ട് കൊണ്ടുവരാൻ പറ്റുക. കാരണം ഒരു ഗ്രൂപ്പിലൂടെയാണ് ഇതെല്ലാം മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നത്, പല ടെക്നിക്സുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതും റിസൾട്ട്സും എൻകറേജിങ് ചെയ്യുക. ഇൻഡിവിജ്വൽ ബേസ്ഡ് അപ്രോച്ചസിനെക്കാട്ടിലും അത് ഓരോ വ്യക്തികളെ വിളിക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്യുക, നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷനും ഗ്രൂപ്പ് ഡിസിഷൻസും ഒക്കെയാണ് നോർമലി ഇതിനെ റെസിസ്റ്റൻസിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യണ മുന്നേ നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത് അതിൻ്റെ ഇംപ്ലിക്കേഷനെ കുറിച്ച് കൂടിയാണ്. കാരണം ആ ഒരു ചേഞ്ച് ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യകത എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. പേഴ്സൺസ് ആരാണോ ഇതിനെ അഫക്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് ഈ മാറ്റം കൊണ്ടുവരേണ്ട ഉദ്ദേശം എന്താണെന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എത്രത്തോളം ചേഞ്ച് വരുന്നുള്ളതും എത്ര സമയം ആവശ്യമാണ് ആ ചേഞ്ച് ഡിറ്റർമിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. അതിനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ആ ഒരു മോഡ് ശ്രദ്ധിക്കണം. മാനേജ്മെൻറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം അതിൻ്റെ റിയാക്ഷൻസ് സബോർഡിനേറ്റിൽ നിന്ന് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. ആൻഡ് അതിന് കൃത്യമായിട്ടൊരു ബ്ലൂ പ്രിൻ്റ്, രൂപരേഖ അവരുടെ അടുത്ത് ഉണ്ടായിരിക്കണം. ആ ഒരു പ്രൊപ്പോസ്ഡ് ചാർജസും അതിൻ്റെ ഡിസ്കഷനും കൺസേൺഡ് സബോർഡിനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം മുന്നേ അവർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ മാറ്റത്തിനെ ആ രീതിയിലൊക്കെയാണ് അത് ഓവർകം ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്ലാൻഡ് ചേഞ്ച്. നമ്മൾ ഓർഗനൈസേഷണൽ ചേഞ്ച് പറഞ്ഞപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഇത് നമ്മുടെ കൺട്രോളിലുള്ളതല്ല, പെട്ടെന്ന് സംഭവിക്കുന്നൊരു കാര്യമില്ല, നമ്മൾ നിർബന്ധിതമായിട്ട് കൊണ്ടുവരുന്നൊരു കാര്യമാണ്. പ്ലാൻഡ് ചേഞ്ച് ആണത്. കാരണം ഈ ഒരു ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളത് പ്ലാൻഡ് മാനറിലാണ്. നമ്മൾ പെട്ടെന്ന് കൊണ്ടുവരുന്നതല്ല, വളരെ ചിന്തിച്ച് ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റം അവിടെ കൊണ്ടുവരുന്നത്. കാരണം ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ടോട്ടൽ ഓർഗനൈസേഷനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. മേജർ പോർഷനും അതിൽ ഈ പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളണം. അതിൻ്റെ ഗോൾസും ഡയറക്ഷൻസും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ പ്ലാൻഡ് ചേഞ്ച് പറഞ്ഞാൽ
ഡെലിബറേറ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്, മനഃപൂർവ്വം കൊണ്ടുവരുന്ന മാറ്റം. പക്ഷെ എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ കൂടുതൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഇന്നോവേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പുതിയ പോളിസികളും ഗോളും ഓപ്പറേറ്റിംഗ് ഫിലോസഫിയിലും ക്ലൈമറ്റിലും സ്റ്റൈലിലൊക്കെ ചേഞ്ച് കൊണ്ടുവരുന്നത്. ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ ആസ്പെക്ട് ലൈക്ക് ടെക്നോളജി, ടാസ്ക്, സ്ട്രക്ചർ, പീപ്പിൾ, അതിനെല്ലാറ്റിനും അത് അഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്ന കാര്യം ടെക്നോളജിക്കൽ ചേഞ്ച് ആണ്. ടെക്നോളജിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെയായിരിക്കും? ഒന്ന്, പ്രോബ്ലം സോൾവിങ് ചേഞ്ചായി മാറുക ഡിസിഷൻ മേക്കിംഗ് പ്രൊസീജിയറിൽ. പുതിയ ഓട്ടോമാറ്റിക് ഡാറ്റ പ്രോസസ്സിംഗ് ഡിവൈസ് ഒക്കെ കൊണ്ടുവരിക. അതേപോലെ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ആവുക. രണ്ടാമത് ടാസ്കിൽ വരുന്ന ചേഞ്ച് ആണ്. അപ്പോൾ ഹൈ ഇന്റേണൽ വർക്ക് മോട്ടിവേഷൻ ഉണ്ടാവുക, അതുപോലെ ഹൈ ക്വാളിറ്റി പെർഫോമൻസ് ഓഫ് വർക്ക് ഉണ്ടാവുക. പിന്നെ സ്ട്രക്ചറിൽ വരുന്ന ചേഞ്ച് ആണ്, അതായത് ഹൈറാർക്കി ഓഫ് ലെവൽസും ഓർഗനൈസേഷൻ്റെ ഫോമും സ്പാൻ ഓഫ് കൺട്രോളും ലൈൻ ആൻഡ് സ്റ്റാഫ് മാനേജ്മെൻറ്റും അതൊക്കെയാണ് സ്ട്രക്ചറൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ ചേഞ്ചസ് ഇൻ പീപ്പിൾ എന്ന് പറയുമ്പോൾ അവിടെ സ്കിൽഡ് ആൻഡ് ബിഹേവിയർ, ആ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ എന്താണ് ഈ ഒരു പ്ലാൻഡ് ചേഞ്ചിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ മനഃപൂർവ്വം ഈ ചേഞ്ച് കൊണ്ടുവരുന്നത് ഒന്ന്, ഓർഗനൈസേഷനെ അതിൻ്റെ എൻവയോൺമെൻറ്റൽ ചേഞ്ചസുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളും ഓർഗനൈസേഷൻ്റെ ഈ ഒരു സർക്കംസ്റ്റാൻസസുമായിട്ട് അവരെയും അതിനൊരു തുല്യരാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ വരുന്ന ചേഞ്ചും സർക്കംസ്റ്റാൻസസുമായിട്ട് അതിന് അഡാപ്റ്റബിൾ ആവുന്ന രീതിയിൽ പുതിയ ടെക്നോളജി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർഗനൈസേഷണൽ ടാസ്ക് പുതിയ ടെക്നോളജീനെ എങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനുള്ള ആ മാറ്റം എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാക്കി. ഇതൊക്കെയാണ് പ്ലാൻഡ് ചേഞ്ചസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ഓഫ് ചേഞ്ച് ആണ്. മാനേജ്മെൻറ്റ് ഓഫ് ചേഞ്ചിൽ പ്രധാനമായിട്ട് പറയുന്ന ഒന്ന്, ഐഡൻറ്റിഫൈ ദ നീഡ് ടു ചേഞ്ച്. എന്തിനു വേണ്ടിയാണ് ഈ മാറ്റം, എന്ത് കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഉണ്ട്, പുതിയ പ്രൊഡക്റ്റ് മിക്സ് ആണോ, അതുപോലെ ന്യൂ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, ടെക്നോളജിക്കൽ ചേഞ്ച് ആണോ, എൻവയോൺമെൻറ്റൽ ചേഞ്ച് ആണോ, ചേഞ്ചസ് ഇൻ കൺസ്യൂമർ ഫാഷൻ, ടേസ്റ്റ്, ഇതൊക്കെയാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തത്, ഡയഗ്നോസ് ദ പ്രോബ്ലം. രണ്ടാമത്തെ പോയിന്റിൽ പറയാം ഡയഗ്നോസ് ദ പ്രോബ്ലം. അപ്പോൾ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഈ ചേഞ്ചിനെ മാനേജ് ചെയ്യുക? ഫസ്റ്റ് നമുക്ക് ഈ ചേഞ്ചിൻ്റെ ആവശ്യകത എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, പ്രോബ്ലം എന്താണെന്നുള്ളത് കൃത്യമായി ഡയഗ്നോസ് ചെയ്യുക. കാരണം ആ ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന മുന്നേ തന്നെ അത് നമുക്ക് എന്തിലാണ് നമ്മുടെ ടെക്നിക്കോ, ഇൻ്റർവ്യൂ, ക്വസ്റ്റനെയർ, പ്രസൻറ്റ് ഒബ്സർവേഷൻ, അതിലൊക്കെ നമ്മൾ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ എടുക്കുക. ഡയഗ്നോസിസ് ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാണ്? ഒരു ചേഞ്ച് ഏജൻ്റായിട്ട് എന്ത് മാറ്റങ്ങളാണ് നമ്മുടെ സ്ട്രക്ചറിലും സിസ്റ്റത്തിലും ആളുകളിലൊക്കെ വരാൻ പോകുന്നത് എന്നുള്ള അറിയാൻ പറ്റുക. ലീഡ് ടു ലൊക്കേറ്റ് ദ സ്പെസിഫിക് പ്രോബ്ലം, അതുപോലെ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉള്ളത്, ആ ചേഞ്ചസ് ആവശ്യം വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ആ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ഒക്കെ എംപ്ലോയ് ചെയ്യുക, വിദഗ്ധമായ രീതിയിൽ തന്നെ ചെയ്യാം. മൂന്നാമത്തത്, പ്ലാൻ ദ ചേഞ്ച്. അത്രയും കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ ചേഞ്ചിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം. കാരണം മാറ്റം കൊണ്ടുവരേണ്ട ഭാഗങ്ങളും അതുപോലെ എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആർക്കൊക്കെയാണ് ഈ മാറ്റം വരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഹീ ഷുഡ് എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ ചേഞ്ചസ് ടു ഹിസ് സബോർഡിനേറ്റ്. സബോർഡിനേറ്റിനോട് കൃത്യമായിട്ട് വിശദീകരിച്ചു കൊടുക്കുക എന്തിനാണ് ഈ മാറ്റം കൊണ്ടുവരുന്നത് എന്നുള്ളത്. സബോർഡിനേറ്റ്സ് എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഡിസിഷൻ എടുക്കുന്ന സമയത്ത്. അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന മെമ്പേഴ്സിന് ഇതിൻ്റെ ബെനിഫിറ്റുകളും ഡ്രോബാക്കുകളെ കുറിച്ച് ആൻഡ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന അപ്രോപ്രിയേറ്റ് ടെക്നോളജി. ഈ ഒരു ചേഞ്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിനനുസൃതമായുള്ള ടെക്നോളജീനെ സെലക്ട് ചെയ്യാൻ പറ്റണം. നാലാമത്തെ പോയിന്റിൽ ഇംപ്ലിമെൻറ്റ് ദ ചേഞ്ച്. അപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ആ സ്ട്രാറ്റജീനെ ഫോക്കൽ പോയിന്റ് ഓഫ് കോൺസെൻട്രേഷൻ മാനേജേഴ്സ് ഇമ്മീഡിയറ്റ് ടാസ്ക് ഈസ് ടു ഇംപ്ലിമെൻറ്റ് ദ ചേഞ്ച്. ആ ചേഞ്ച് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അവിടെ ഡിഫിക്കൽട്ട് സ്റ്റേജ് ആണ്. കാരണം ഓരോ പോസിബിലിറ്റി ഓഫ് റെസിസ്റ്റൻസ് എല്ലാം മുക്കുന്നും മൂലയിന്നും നമുക്ക് എന്തുണ്ടാവും, റെസിസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഇതിനെ. കൂടാതെ മാനേജേഴ്സ് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരു സ്റ്റേജാണിത്. ആ ചേഞ്ച് ഉണ്ടാകുന്നതിൻ്റെ കാരണം തന്നെ അതിൻ്റെ അതോറിറ്റിയും പവറും എല്ലാം ചേഞ്ച് ആവുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു ചലഞ്ചിങ് ടാസ്ക് ആയിട്ട് ഏറ്റെടുത്തിട്ട് വേണം ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ആണ്. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഈസ് ഇൻകംപ്ലീറ്റ് വിതൗട്ട് പ്രോപ്പർ ഫീഡ്ബാക്ക്. നമ്മൾ ഈ ചേഞ്ചിനെ മാനേജ് ചെയ്യുന്നത് 5 സ്റ്റെപ്പിലൂടെയാണ്. 4 സ്റ്റെപ്പും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവാലുവേറ്റ് ചെയ്യണം ഈ ഒരു ചേഞ്ച് എത്രത്തോളം ഇഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്.
മാനേജ്മെൻറ്റ് ഓഫ് ചേഞ്ച് മസ്റ്റ് എൻഷുർ ദാറ്റ് ചേഞ്ചസ് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ റൈറ്റ് ഡയറക്ഷൻ. നമ്മൾ കൊണ്ടുവന്ന ആ ചേഞ്ചസ് കൃത്യമായ ഡയറക്ഷനിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ ഫീഡ്ബാക്കും ഫോളോ അപ്പ് ആക്ഷനും വേണം. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കമ്പയർ ചെയ്യണം. പെർഫോമൻസ് എത്രത്തോളം മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് പെർഫോമൻസ് ലെവലിൽ എന്നുള്ളത്, ആ സക്സസ് എത്രത്തോളം കൊണ്ടുവന്നിട്ടുണ്ട് ആ ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. അതിൻ്റെ ചേഞ്ചിങ് ഏജൻറ്റ് കൂടുതലായിട്ട് അതിനെ വാച്ച് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. ആ പ്രോഗ്രസ്, അതിൻ്റെ പുരോഗതി എത്രത്തോളം ഉണ്ടെന്ന് മോണിറ്റർ ചെയ്യാം. ഇഫ് ദർ ഈസ് എനി ഡീവിയേഷൻ, നമ്മൾ പ്ലാൻ ചെയ്തതും ഇംപ്ലിമെൻറ്റ് ചെയ്തതും തമ്മിൽ എന്തെങ്കിലും ഒരു ഡീവിയേഷൻ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവന്ന് മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ഓർഗനൈസേഷൻ സ്വമേധയെ എങ്ങനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നു, ഇനി ഈ പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, അതേപോലെ ഗ്രൂപ്പ് ഡൈനാമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 മാർക്സിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പ്ലാൻഡ് ചേഞ്ച് എന്ന് പറയുന്നത്. ആ ഒരു പ്ലാൻഡ് ചേഞ്ച് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ടെക്നോളജിക്കലായിട്ടും ടാസ്കിലും സ്ട്രക്ചറിലും പീപ്പിളിലുമാണ് വരുന്ന ചേഞ്ചസ് ഉണ്ടാകുന്നത്. എന്താണ് ഈ പ്ലാൻഡ് ചേഞ്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ഇനി എങ്ങനെയാണ് ഈ ചേഞ്ചസിനെ മാനേജ് ചെയ്യേണ്ടത്, 5 സ്റ്റേജിലൂടെയാണ്. ഫസ്റ്റ് നമ്മുടെ ആ ഒരു ചേഞ്ച് വേണമെന്ന് തോന്നുന്ന അതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും. അതിനുശേഷം റിയലി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താ ഡയഗ്നോസ് ചെയ്യുക. പ്രോബ്ലം അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ്, ഒരു മാറ്റം കൊണ്ടുവരാൻ പ്ലാനിങ് കൊണ്ടുവരിക. അതിന് ശേഷം പ്ലാൻ ചെയ്ത് കൃത്യമായ ഡിസിഷൻ എടുത്തതിന് ശേഷം ആ പ്ലാനിങ്ങിനെ ചേഞ്ചിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം അതിന് കൃത്യമായിട്ട് ഫോളോ അപ്പ്, അതേപോലെ തന്നെ ഫീഡ്ബാക്ക് എല്ലാം കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി മോഡിഫൈ ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് പോർഷൻ്റെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് ശേഷം ഇനി നിങ്ങൾക്ക് പറ്റാവുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. മാക്സിമം ആ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കുക. അധികവും ആ രീതിയിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്